എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മുടെ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന ആ ഒരു റെസിപ്പി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണേലും നമുക്ക് എടുക്കാം, ഈ ഒരു പരുവത്തിൽ വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമുക്കിതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നല്ലേ, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ഉണ്ട്. അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 100-150 ഗ്രാമോളം തന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കൊച്ചുള്ളി മാത്രമല്ല കേട്ടോ, നമ്മുടെ സാമ്പാർ ഉള്ളിയും കൂടെ ചേർന്നതാണ്. കൊച്ചുള്ളി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സവോള ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിലൊന്ന് ചതച്ചാണ് കേട്ടോ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് ചതക്കുകയോ അല്ലെങ്കിൽ ക്രഷറിനകത്തോ, അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ആ ഒരു വിസ്ക് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ആ ബാക്കിലേക്ക് അടിക്കുന്ന ഓപ്പോസിറ്റ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ നല്ല രീതിയിൽ തന്നെ ചതഞ്ഞ് കിട്ടും കേട്ടോ. മുളക് ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഒരുമിച്ചിട്ടിട്ട് വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ചെല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ച് കൊത്തി എടുത്ത് വന്നപ്പോൾ ഈ ഒരു പരുവത്തിലായി. നല്ല സാരമില്ല, ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ചുട്ടെടുക്കണം. അത് അടുപ്പിൽ വെച്ച് ചൂടാൻ സൗകര്യമുള്ളവർക്ക് അതായിരിക്കും നല്ലത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ നേരിട്ട് ചെയ്യുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് മുമ്പേ പറഞ്ഞ പോലെ വിസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുപോലെയാണൊന്ന് ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ ഇത്തിരി എണ്ണയില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ചുറ്റിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ എപ്പോഴും ഇതുപോലെ എണ്ണ ചുറ്റിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും, എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടാൻ പാകത്തിന് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അന്നേരം കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ കൂട്ടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയും കൂടെ കൊടുക്കണം. അതിനാവശ്യത്തിനുള്ള ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വഴറ്റാനിട്ടിരുന്ന നമ്മുടെ ചതച്ച് വെച്ചിരുന്ന കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇത് കണ്ടോ, ചെറിയ നിറമാറ്റമൊക്കെ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണേ. അപ്പം തന്നെ മനസ്സിലാവുമല്ലോ എന്താണെന്ന്. പിന്നെ ഒരു കാര്യം, ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ ചേർക്കാം. ഒത്തിരി ഒന്നുമില്ല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. അത് നമുക്ക് പൊടിച്ചതോ പൊടിക്കാതെയോ എങ്ങനെയാണേലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമ്മൾ മുളക് ചതച്ച് വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ വറ്റൽമുളക് ചതച്ചെടുക്കുമല്ലോ, ചില്ലി ഫ്ലെക്സ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ കറിക്ക് ഇത്തിരി കൂടി ഒരു എരിവും കൂടെ വരും കേട്ടോ. അപ്പോൾ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കണം. അപ്പോൾ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനെ എല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ എല്ലാം കൂടെ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഇതിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ആവശ്യത്തിനുള്ള, അതായത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ. ഒരുപാട് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിവിടെ ചാറായിട്ടല്ല എടുക്കുന്നത്, ഒരുമാതിരി വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വേണ്ട, 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ ചിക്കന് വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കന് വെള്ളം ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്വല്പം വെള്ളം അല്ലാതെയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കല്ലേ. അപ്പോൾ
ആയത് കണ്ടോ, ഞാനൊരു ശക്കലം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം സ്റ്റവിൽ വെച്ചതുകൊണ്ടും ചട്ടിയിൽ പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 വട്ടം തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും, വെള്ളത്തിൻ്റെ ഒന്നും ഒത്തിരി ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ, നമുക്ക് ഇത്തിരി നേരം കൂടെ കാത്തിരിക്കാം അല്ലേ. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴായിരുന്നേ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മളിത് ചെയ്യുമ്പം ഒത്തിരി തീയൊന്നും കൂട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിം അതൊക്കെ മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമേ ഇല്ല. ആദ്യം നമ്മൾ ഇടുന്ന മാത്രം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂട് നന്നായിട്ട് കയറി വരണമല്ലോ, അന്നേരം മാത്രം ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നീടുള്ളതെല്ലാം മീഡിയം ഫ്ലെയിം മാത്രം മതിയേ. അതൊന്ന് ശ്രദ്ധിച്ചേക്കൂ കേട്ടോ. പിന്നീട് തുറന്നപ്പോഴത്തേക്കും ഇതായത് കൊണ്ടോ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഇങ്ങനെ ഒത്തിരി ചാറ് പോലെ എന്ന് വെച്ചാൽ ഒരുപാട് ചാറല്ല, എന്നാലും അത്യാവശ്യം ഒരു ഇതായിട്ട് വരണം എന്നുള്ളവർക്ക് ഈ ഒരു പരുവത്തിൽ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തിരി വറ്റിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതാണ്. എന്നാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകുന്നതിനോടും അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കിയൊക്കെ നല്ല രീതിയിലൊന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കാനായിട്ട് തുറന്ന് തന്നെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമുക്കിന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടേ. അങ്ങനെ ഒരു 40 മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ചിക്കൻ്റെ പരിപാടികളെല്ലാം ഇവിടെ ലാലേട്ടൻ സ്പെഷ്യൽ എന്നും കൂടെ പറയണം. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ചോറിന് കൂടെ നല്ല ചുമ്മാതെ കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറുതെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തിരി കളർ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, നമ്മൾ പെപ്പർ പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിരുന്നാലും സംഭവം സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അപ്പോൾ ഒരിക്കലും ഇന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.